കർണാടകയിലുള്ള ബീച്ചനഹള്ളി ഡാമിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചെറിയൊരു ഡാമും കൂടിയുണ്ട്. അതാണ് നുഗു ഡാം. അവിടേക്കുള്ള യാത്രയും പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളും അതേപോലെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആനേനെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു യാത്രയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മാനന്തവാടിയിൽ നിന്നാണ്. മാനന്തവാടിയിൽ നിന്ന് ബാവലി വഴിയാണ് പോയത്. ബാവലി പറയുമ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിലേക്ക് കയറും. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. കാരണം ഫുൾ ഫോറസ്റ്റ് റൂട്ടും ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉള്ള റൂട്ടാണ്. പക്ഷെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഈ റോഡ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ഇതാണ് ബാവലി ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് കാറാണെങ്കിൽ ഒരു പാസ് എടുക്കാനുണ്ട്. ബൈക്കിന് പാസ് വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇടയ്ക്ക് ബൈക്കിനും എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പം കുറേ ദൂരമൊക്കെ നല്ല റോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോഡ് നന്നാക്കിയത് കണ്ടപ്പോൾ സന്തോഷിച്ചങ്ങ് പോയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ കുറച്ച് പൊളിഞ്ഞ റോഡൊക്കെ ആയി. പക്ഷേ റോഡ് പൊളിഞ്ഞതാണെങ്കിലും നല്ലതാണെങ്കിലും ഒന്നും നമ്മളെ കാഴ്ചകളെ അത് ബാധിക്കുന്നില്ല. ചുറ്റിലും ഒരുപാട് മരങ്ങളും പച്ചപ്പും ഒരു കാടിൻ്റെ പ്രതീതിയൊക്കെ ഉള്ള ഒരു അടിപൊളി റൂട്ടാണ്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അതിനുള്ളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ മാനുകളും മയിലുകളൊക്കെ, അങ്ങനെ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ ഒരുപാട് ചാൻസ് കൂടുതലുള്ള റൂട്ടാണ്. പിന്നെ ആ വഴി നേരെ പോയിട്ട് ഞങ്ങൾ എത്തിയത് ഹാൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹാൻഡ് പോസ്റ്റ് എന്ന് നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്. ഹാൻഡ് പോസ്റ്റ് എത്തുന്നതിന് മുമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞ ബീച്ചനഹള്ളി ഡാം. ബീച്ചനഹള്ളി ഡാമിലേക്ക് ഒരുവിധം ഇപ്പോൾ അത്യാവശ്യം പബ്ലിസിറ്റി ഒക്കെ ആയി വരുന്നുണ്ട്. ആൾക്കാർ പോകുന്നുണ്ട്. കബനി ബാക്ക് വാട്ടേഴ്സ് എന്നും ബീച്ചനഹള്ളി ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ചപ്പുറത്താണ് ഈ നുഗു ഡാം. ഹാൻഡ് പോസ്റ്റിൽ നിന്ന് ഗുണ്ടൽപേട്ട പോകുന്ന ഒരു റോഡുണ്ട്. ചെറിയ റോഡാണ്. ഹാൻഡ് പോസ്റ്റിൽ നിന്ന് ഗുണ്ടൽപേട്ടയ്ക്കുള്ള ആ റോഡിലാണ് ഈ ഡാമുള്ളത്.
ദിവസം ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവിടെ ഗേറ്റ് ഓപ്പൺ അല്ലായിരുന്നു. ഞങ്ങളവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പം അവിടെ തന്നെ ആ ഗേറ്റിൽ ആളുണ്ടാവാറുണ്ട്, ഇന്നെന്താ ഇല്ലാത്തതെന്ന് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ അവിടെ കയറാൻ പറ്റിയില്ല. മീൻസ് ആ ഡാമിൻ്റെ മുകളിലേക്ക് കയറി നമുക്ക് ആ ഡാമൊക്കെ കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയപ്പം ഒരു ചെറിയൊരു വഴി കൂടെ അതിൻ്റെ ഡാം സൈറ്റിലേക്ക് കയറുന്നൊരു വഴി കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ അടിപൊളിയായിരുന്നു, കാരണം ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അവിടെ അങ്ങനെ ആൾക്കാരും അധികമൊന്നുമില്ല. ഞങ്ങൾ പോയപ്പോൾ ആകെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഫാമിലി, ഒരു കാറ് ഫാമിലി മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഡാം സൈറ്റ്, സമാധാനമായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു കാഴ്ച കണ്ടങ്ങനെ ഇരിക്കാം. കുറച്ച് നേരം അങ്ങനെ അതിൽ കൂടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഈവനിങ് എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ വന്ന ഫാമിലി വന്ന ആൾക്കാർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അവിടുന്ന് പിന്നെ ഞങ്ങൾ വണ്ടി കയറ്റിയത് കഴിഞ്ഞിട്ട് കുറച്ച് 2 ചെക്കന്മാർ വന്നിട്ട് വണ്ടി മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ. പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ചോദിക്കാൻ നിന്നില്ല. എനിക്കറിയില്ല അവിടുത്തെ സ്റ്റാഫാണോ വണ്ടി കയറ്റാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ല. അവിടുത്തെ ബോർഡിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും കണ്ടിട്ടില്ല, വണ്ടി കയറ്റാൻ പാടില്ല എന്നൊന്നും കണ്ടിട്ടില്ല. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡാം ആയതുകൊണ്ടും അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് അധികം ആൾക്കാർ വരുന്ന ഒരു സ്ഥലം അല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്നുള്ളത് തന്നെ അറിയില്ല. പക്ഷേ അങ്ങനെ എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നുള്ള ബോർഡൊന്നും കണ്ടിട്ടില്ല. മൃഗങ്ങളുണ്ടാവും, സൂക്ഷിക്കണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ബോർഡേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തിരിച്ചു വന്നത് ഗുണ്ടൽപേട്ട് പോയിട്ട് ഗുണ്ടൽപേട്ടിൽ തിരിച്ചു വന്നത് മുത്തങ്ങ വഴിയാണ്. അപ്പോൾ ആ വഴി എനിക്ക് തോന്നുന്നു വയനാട് ത്രൂ ബാംഗ്ലൂരേക്കൊക്കെ രാത്രി പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നൊരു വഴിയാണ്. അത് നമ്മൾ NH 766 പാസ് ചെയ്ത് പോകുന്ന ആ റോഡാണ്. അത് 9 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ അതും നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഒരുപാട് വൈകി കഴിഞ്ഞാൽ മുത്തങ്ങ വഴിയും തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് പിന്നെ വയനാട്ടിലേക്ക് വരാനുള്ള ആകെയുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ കുട്ട വഴി വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കൂട്ടം ആനേനെ കണ്ടു. അതും ആന റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാട്ടീനെ കണ്ടു. കാട്ടീന്ന് വെച്ചാൽ കാട്ടുപോത്തുകളുണ്ടായിരുന്നു, മാനുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്ര. നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലമോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടു പോയിട്ട് എന്നുള്ളതല്ല, നമ്മൾ പോകുന്ന വഴിയും പോകുന്ന കാര്യങ്ങളും പോകുന്ന കൂടെയുള്ള ആൾക്കാരുടെ ഇതും അതൊക്കെ എൻജോയ് ചെയ്ത്, പോകുന്ന വഴിയൊക്കെ എൻജോയ് ചെയ്ത് വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കണ്ണ് തുറന്ന് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ യാത്രകളും പുതുമയുള്ളതായിരിക്കും. ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണെങ്കിൽ തന്നെ നമ്മൾ ആ യാത്രേനെ എൻജോയ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. എല്ലാ യാത്രയും പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.